നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഏറെ തിരിച്ചടിയാകുന്ന റിപ്പോർട്ട് തന്നെയാണ് കാനഡയിൽ നിന്ന് പുറത്തുവരുന്നത്. കുടിയേറ്റ വിസയുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വരുത്താനാണ് കാനഡ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യാ വളർച്ച അത് നിയന്ത്രണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാനഡ പുതിയ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് സൂചന. ഇതിന്റെ ഭാഗമായി കാനഡ കുടിയേറ്റ വിസയുടെ എണ്ണത്തിൽ വലിയൊരു കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 4,85,000 ആയിരുന്നു പുതിയ സ്ഥിരതാമസക്കാരുടെ എണ്ണമെങ്കിൽ 2025 3,95,000 ആയിട്ടും 2026 3,80,000 ആയിട്ടും 2027 3,65,000 ആയും കുറയ്ക്കാനാണ് കാനഡ പദ്ധതിയിടുന്നത്. കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിലും തൊഴിലാളികളിലും ഉൾപ്പെടെയുള്ള താൽക്കാലിക താമസക്കാർക്ക് 2025 ഏകദേശം 30,000 കുറവാണ് വരുത്തുന്നത്. ഭവന വിലകളിലെ വർധനവും കുടിയേറ്റ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക സേവനങ്ങളും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പൊതു ചർച്ചകളും ഈ നയമാറ്റങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വിവരം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കുമുള്ള പ്രത്യാഘാതങ്ങൾ എന്തെന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാനമായി പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ സെറ്റിലാകാൻ ശ്രമിക്കുന്നവർക്ക് അവസരം കുറയും എന്നത് തന്നെയാണ്. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരാണ്. 2023 കണക്കനുസരിച്ച് 1,19,000 അധികമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കനേഡിയൻ സ്ഥാപനങ്ങളിൽ ചേർന്നിട്ടുള്ളത്. കുടിയേറ്റ വിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കൂടുതൽ അപേക്ഷകരെ പിന്തിരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനാൽ പുതിയ വിസ നിയന്ത്രണങ്ങൾ പഠന തൊഴിൽ പെർമിറ്റുകളുടെ നിരക്കിൽ വലിയ വർധനവ് ഉണ്ടാക്കിയേക്കും എന്നാണ് സൂചന. 2024 ജൂലൈയിൽ മാത്രം വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ ഏകദേശം 6,000 യാത്രക്കാർക്ക് ഇത്തരത്തിൽ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കാനഡയെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി കണക്കാക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും പിന്തിരിപ്പിച്ചേക്കുമെന്നാണ് കാനഡയുടെ പ്രതീക്ഷ. ഇത് രാജ്യത്തിന്റെ വൈവിധ്യത്തെയും സാമ്പത്തിക വളർച്ചയെയും ബാധിച്ചേക്കും. എന്തായാലും കാനഡയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഈ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങൾ മനസ്സിലാക്കുകയും അവയുമായി പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടത് നിർണായകമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക, അംഗീകൃത ഇമിഗ്രേഷൻ കൺസൾട്ടന്റുകളിൽ നിന്ന് മാർഗനിർദ്ദേശം കൃത്യമായി കൈവരിക്കുക, ബദൽ മാർഗങ്ങൾ പര്യവേഷണം ചെയ്യുക എന്നിവ പുതിയ നിയന്ത്രണങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന.